മൊഡ്യൂൾ സെക്കൻഡിലെ പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്, തന്നെ ഓഡിറ്റ് നോട്ട് ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്, തന്നെ ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്ന് വിശദീകരിച്ചു. ടെസ്റ്റ് ചെക്കിങ്, റൊട്ടീൻ ചെക്കിങ്, സർപ്രൈസ് ചെക്കിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റേണൽ ചെക്ക് സിസ്റ്റമാണ്. ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം? എന്താണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം? Internal check system is an arrangement of recording business transactions amongst the members of the staff. ഇത് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് സമയത്ത് തന്നെ അതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ, സ്റ്റാഫിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് internal check system. It uses a distribution and authorization according procedures amongst the firm staff in such a way that the work done by one of the staff is automatically checked by other. ഒരാൾ ചെയ്ത വർക്ക് മറ്റൊരാൾ എന്ത് ചെയ്തു? മറ്റൊരാൾ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയറും, അത്തരത്തിൽ അക്കൗണ്ടിങ് വർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനോ ഓതറൈസേഷനോ ആണെന്ത് ഇന്റേണൽ ചെക്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓതറൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയർ എമംഗ്സ്റ്റ് ഫേംസ് സ്റ്റാഫ് in such a way that work done by one of staff is automatically checked by another. ഒരു സ്റ്റാഫ് ചെയ്ത വർക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തു പോകുന്ന രീതി. ഇതെന്ത് വിളിക്കുന്നത്? ഇന്റേണൽ ചെക്ക് എന്ന് വിളിക്കുന്നത്. No staff is permitted to carry out alone a transaction from the beginning to the end. ഒരു ട്രാൻസാക്ഷനും എന്ത് ചെയ്യില്ല, ഒരു ട്രാൻസാക്ഷനും അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരാൾ തന്നെ ചെയ്യുന്ന ഒരു രീതി ഈ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ work is divided amongst different persons such a way that each has an automatic check on other. Work എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്ന among different persons such a way that each has an automatic check on other. ഓരോരുത്തരുടെയും മറ്റൊരാളും എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്ന രീതി, ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് ഇതിൽ ഒരു അറേഞ്ച്മെന്റ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എമംഗ്സ് ദി മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റാഫ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓതറൈസേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ എമംഗ്സ് ദി ഫേം സ്റ്റാഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ വൺ ഓഫ് ദി സ്റ്റാഫ് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. ഒരാൾ ചെയ്ത വർക്ക് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്ത് പോകുന്ന രീതി, ചെക്ക് ചെയ്ത് പോകുന്ന രീതി, ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. ഒരാൾ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്ത് പോകുന്ന രീതിയാണ് ഈ ഇന്റേണൽ ചെക്ക് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് ഒരു സ്റ്റാഫിനെ പെർമിറ്റ് ചെയ്തിട്ടില്ല ടു ക്യാരി ഔട്ട് അലോൺ എ ട്രാൻസാക്ഷൻ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്. ഒരു ട്രാൻസാക്ഷൻ്റെ ബിഗിനിങ് ടു എൻഡ് വരെ ഒരൊറ്റയാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈ രീതി ഇന്റേണൽ ചെക്ക് സിസ്റ്റം ആണ് ഉള്ളതെങ്കിൽ അതാണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉള്ള ഒരു സ്ഥാപനത്തിൽ ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും രണ്ടുപേരും എന്ത് ചെയ്യപ്പെടും?
രണ്ടുപേരെങ്കിലും മിനിമം എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷൻ പരിശോധിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യപ്പെടുന്ന രീതിക്കാണ് എന്ത് വിളിക്കുന്നത്, ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ഇതൊരു തരം ലേബറിനെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ബാങ്കിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചെക്ക് എൻകാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഫസ്റ്റ് നമ്മൾ എൻ്റേഡ് ചെയ്യുക ഒരു പേയ്മെൻറ്റ് ബൈ ദി കൺസേർട്ട് ക്ലർക്കാണ്. ദെൻ ഇറ്റ് ഈസ് ഫർദർ ചെക്ക്ഡ് ബൈ സീനിയർ ക്ലർക്കാണ്. ദെൻ ഫോർവേഡ് ടു ക്യാഷ് കൗണ്ടർ ടു മേക്ക് പേയ്മെൻറ്റ്. ഇതാണ് അടുത്ത രീതി. അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് ചെക്ക് ആയിട്ട് പോകുമ്പോൾ അത് പാസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് എൻറ്റേർഡ് ആൻഡ് പാസ്ഡ് ഫോർ ദി പേയ്മെൻറ്റ് ബൈ കൺസേൺ ക്ലർക്ക്. ദെൻ ഫർദർ ചെക്ക്ഡ് ബൈ സീനിയർ ക്ലർക്ക്. ദസ് ഇറ്റ് ഫോർവേഡഡ് ടു ക്യാഷ് കൗണ്ടർ ടു മേക്ക് പേയ്മെൻറ്റ്. ഇതാണ് അതിൻ്റെ രീതി. അതായത് ഡിഫറെൻറ്റ് ഹാൻഡ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ട്രാൻസാക്ഷനും നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ട്രാൻസാക്ഷനും നടത്തുന്നത് ഡിഫറെൻറ്റ് ഹാൻഡ്സിലൂടെയാണ്, ഒറ്റൊരാളെ കൈവശത്തല്ല. ഒരു വർക്ക് വൺ സ്റ്റാഫ് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. ഒരു വർക്ക് ഒരാളുടെ ഇത് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറഗുലാരിറ്റീസ്, എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, തടയാനുള്ളതാണ്. ടു പ്രിവെന്റ് ഇറഗുലാരിറ്റീസ്, എറേഴ്സ് ആൻഡ് ഫ്രോഡ്. റെഗുലാരിറ്റീസ്, എറേഴ്സും ഫ്രോഡ്സും തടയാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. ഇതിന് ആർണോൾഡ് ഡബ്ല്യു ജോൺസൺ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. എന്താണ് ആർണോൾഡ് ഡബ്ല്യു ജോൺസൺ നൽകിയിട്ടുള്ള ഡെഫിനിഷൻ? വൺ wherein the accounting work of one employee is complemented and verified by the work of another employee. One wherein the accounting work of one employee is complemented and verified by work of another employee. ഒരാളുടെ വർക്ക് എന്ത് ചെയ്യുന്നു, കോംപ്ലിമെന്റ് ചെയ്യുന്നു, വെരിഫൈ ചെയ്യപ്പെടുന്നു by the another employee. Both employees working and without duplication of each other's work. രണ്ടാളും എന്ത് ചെയ്യുന്നില്ല, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടാകാതെ ആണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യം ചെയ്യുന്നത്. ഒരാളൊരു വശം വർക്ക് ചെയ്യുന്നു, ആ ഭാഗത്തിന്റെ വെരിഫിക്കേഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടാവുന്നില്ല. ഈ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഇല്ലാതെ എന്ത് ചെയ്യുന്നു, എംപ്ലോയി കോംപ്ലിമെന്റഡ് ആൻഡ് വെരിഫൈഡ് ബൈ ദി വർക്ക് ഓഫ് അനദർ എംപ്ലോയി. ഇതിനെ എന്ത് വിളിക്കുന്നത്, ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ബുക്ക് കീപ്പിംഗിൽ പിന്നെ അതിന്റെ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി പ്രിവെന്റ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദി സ്റ്റാഫ്. വർക്ക് എന്ത് ചെയ്യുക, ഡിഫറെന്റ് സ്റ്റാഫിന്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇത് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രണ്ട്, ദ വർക്ക് ഓഫ് വൺ സ്റ്റാഫ് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ. ഒരു വർക്ക് വൺ ഓഫ് ദി സ്റ്റാഫ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ ആണ്. ഏതെങ്കിലും ഒരാളുടെ ഒരു വർക്ക് എന്ത് ചെയ്യും, മറ്റൊരാൾ മുഖേന ചെക്ക് ചെയ്യുന്നു, വെരിഫൈ ചെയ്ത് മാത്രം ട്രാൻസാക്ഷൻ നടത്തുന്ന രീതിയാണ്. അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്, നോ സ്റ്റാഫ് ഈസ് അലൗഡ് ടു ഡു എനി സിംഗിൾ വർക്ക് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്. ഒരാൾ എന്ത് ചെയ്യില്ല, നോ സ്റ്റാഫ് ഈസ് അലൗഡ് ടു ഡു എനി സിംഗിൾ വർക്ക് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്. ഒരു തുടക്കം മുതൽ അവസാനം വരെ ഒരാൾ തന്നെ ചെയ്യുന്ന രീതി ഇതിലുണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രിവെന്റിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഇതിന്റെ പ്രധാനമായിട്ട ഒരു ഒബ്ജക്റ്റീവാണ് പ്രിവെന്റിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എറേഴ്സും ഫ്രോഡ്സും എന്ത് ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു തെറ്റ് ഒരാൾ വരുത്തി കഴിഞ്ഞാൽ അതേ തെറ്റ് തന്നെ മറ്റൊരാൾ വരുത്തണമെന്നില്ല. ഒരു തെറ്റ് ഒരേ കാര്യം തന്നെ മറ്റൊരാൾ പരിശോധിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ തെറ്റ് വരുന്നത് എന്ത് ചെയ്യപ്പെടും, പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും.
അത്തരത്തിൽ എറേഴ്സ് ഉണ്ടാകുന്നതിന് ഫ്രോഡ് ഉണ്ടാകുന്നതിനും തടയുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് അതാണ്. എറേഴ്സും ഫ്രോഡ്സും ഓട്ടോമാറ്റിക്കലി ഡിസ്കവർ ചെയ്യുന്നു. ഇത് എറേഴ്സും ഫ്രോഡ്സും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിസ്കവർ ചെയ്യാണ്. അതിന് പ്രത്യേകം എന്ത് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി ഡിസ്കവർ ചെയ്യാണ് ചെയ്യുന്നത് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇത്രയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ division of work among the staff ആണ്. Work one staff is automatically checked by another ആണ്. No staff is allowed to do a single work from the beginning to end. It is aimed at preventing errors and fraud. Errors and frauds are automatically discovered. Next, ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ടു ദി ഓണർ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഓണർക്ക് ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് ടു ദി ബിസിനസ്സിൽ തന്നെ ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ്സ് ടു ഓഡിറ്റർക്കും ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ആദ്യമായി നമുക്ക് ഓണർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ടു ദി ഓണർക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഓണർക്കുള്ള ബെനിഫിറ്റ്സിൽ ഒന്നാണ്, ഓണർ ഓഫ് ദി ബിസിനസ് ക്യാൻ റിലേ അപ്പോൺ ദി ജെന്യൂനെസ് ആൻഡ് ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്. റിലേ ചെയ്യാൻ, ആശ്രയിക്കാൻ ഓണർ ഓഫ് ദി ബിസിനസ് ഇതിന്റെ ജെന്യൂനെസ്സിനും ആക്യുറസി ഓഫ് അക്കൗണ്ട്സിനും റിലേ ചെയ്യുന്നത് ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തെയാണ്. ഓണർ ഓഫ് ദി ബിസിനസ് ക്യാൻ റിലേ ജെന്യൂനെസ്സും ആക്യുറസി ഓഫ് ദി അക്കൗണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ആക്യുറസി ഓഫ് അക്കൗണ്ട്, ജെന്യൂനെസ് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു ഓണർ ഓഫ് ദി ബിസിനസ്സിന്. 2, ബെറ്റർ എഫിഷ്യൻസി ആൻഡ് എക്കണോമി ഇൻ ഓപ്പറേഷൻ. ഇതിന് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ഓപ്പറേഷന്റെ എക്കണോമി ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദിസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസിങ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അത് ഓണർക്കുള്ള ബെനിഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് ഓണർക്ക് ലാഭം കൂടുതൽ കിട്ടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കൂടുതൽ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബെനിഫിറ്റ്. Owner of the business can rely upon genuineness and accuracy of accounts, better efficiency and economy in operation. This will result in increasing profit. Okay. Then എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ടു ബിസിനസ് എന്ന് നോക്കാം. ബെനിഫിറ്റ് ടു ബിസിനസ് ആയിരുന്നു ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് നമ്മൾ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് among the സ്റ്റാഫ് അക്കോർഡിംഗ് ടു ദെയർ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ ഒക്കെ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തുണ്ടാവും? നമ്മുടെ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് നമുക്കുണ്ടാവും. ഡിവിഷൻ ഓഫ് വർക്കിൻ നമ്മൾ നടത്തുന്ന ഡിവിഷൻ ഓഫ് വർക്കിൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തേത് ബെനിഫിറ്റ് ബിസിനസ് ഉള്ളത് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എറേഴ്സും ഫ്രോഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ. അത് മൂന്നാമത്തത് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക് നമ്മൾ ചെയ്ത കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെയും ഈച്ച് വണ്ണിന്റെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് വൺ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാൻ പറ്റും. ഈച്ച് വൺ ഓഫ് ദി സ്റ്റാഫ്, ഓരോ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. Division of work has to fix the responsibility of each one of the staff. ഓരോ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ, ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഹെൽപ്സ് ഏർലി ക്വിക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു.
Then next makes audit works easy. Audit works ഒക്കെ ഈസി ആക്കി മാറ്റുന്നു. മറ്റൊരു പ്രത്യേകതയാണ് ഓഡിറ്റ് വർക്ക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആക്കി മാറ്റും. നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഷൻ ഓഫ് വർക്ക്, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് makes audit works easy. അതായത് if there is exist a good internal check system, simplify the work of audit. The work done by clerk automatically checked by ആണത്. അതുകൊണ്ട് തന്നെ errors and faults ഒക്കെ ഡിറ്റക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് വർക്ക് എന്തായിരിക്കും, വളരെ വിശ്വസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓഡിറ്റ് വർക്ക് എന്തായിരിക്കും, ഓഡിറ്റ് വർക്ക് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ടു ഓഡിറ്റർ. എന്തൊക്കെയാണ് ഓഡിറ്റർക്കുള്ള ബെനിഫിറ്റ്സ് നോക്കാം. നീഡ് നോട്ട് ഹാവ് ഡീറ്റെയിൽഡ് ചെക്കിങ്. ഒരു ഡീറ്റെയിൽഡ് ചെക്കിങ്ങിൻ്റെ ആവശ്യം ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ആവശ്യം വരുന്നില്ല. If there is good internal check system in operation, the auditor need not have detailed checking of each and every transaction. മറ്റേത് റിലേ ഓൺ ടെസ്റ്റ് ചെക്കിങ്, നമുക്ക് റിലേ ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെക്കിങ്ങിനെ ആശ്രയിക്കാൻ പറ്റും. അത് where there is an efficient internal check system in concern, auditor may apply certain test checks selected at random. He has to analyze the gravity of the defects and shortcomings of the accounting procedure. അക്കൗണ്ടിങ് പ്രൊസീജിയറിന്റെ ഡിഫക്റ്റും ഷോർട്ട് കമ്മിങ്സും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് അറിയാൻ പറ്റും ടെസ്റ്റ് ചെക്കിലൂടെ തന്നെ. അത് ഓഡിറ്റർക്ക് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ചെക്കിംഗ് ഇല്ലാതെ ടെസ്റ്റ് ചെക്കിങ്ങിലൂടെ ഓരോ ട്രാൻസാക്ഷനും എന്ത് ചെയ്യാൻ പറ്റും, പരിശോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിനുള്ളത് നോക്കാം. ഇത് ഇന്റേണൽ ചെക്ക് സിസ്റ്റം നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്. ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്താണ്, എക്സ്പെൻസീവ് ആണ് കുറച്ച്. അത്തരത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒരു സ്മോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതല്ല. അപ്പോൾ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്. ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്. ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഇതെന്തല്ല, ഇത് താങ്ങാൻ പറ്റുന്നതല്ല. ഇത് അഡീഷണൽ കോസ്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ഫേംസിന് ഇത് ബിഗർ ഫേമിന് മാത്രമാണ് സ്യൂട്ടബിൾ ആകുന്നത്. 2. സാക്രിഫൈസ് ഓഫ് ക്വാളിറ്റി ഓഫ് വർക്ക്. ക്വാളിറ്റി ഓഫ് വർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇത് ക്ലർക്ക് ഓഫ് ദി ഫേംസ് ബിക്കം ക്വിക്ക് ആൻഡ് നെറ്റ് വർക്ക് ആയിരിക്കും, നോട്ട് സോ സീരിയസ് ആയിരിക്കില്ല അബൌട്ട് ദി ക്വാളിറ്റി ഓഫ് വർക്ക്. അപ്പോൾ മറ്റൊരാൾ കൂടി പരിശോധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ എന്തായിരിക്കും, അതിന്റെ വർക്കിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ സാക്രിഫൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ക്ലർക്ക് ഓഫ് ദി പെട്ടെന്ന് തന്നെ വർക്ക് പൂർത്തീകരിക്കേണ്ടി വരുന്ന, പെട്ടെന്ന് തന്നെ വർക്ക് പൂർത്തീകരിക്കുകയും ക്വിക്ക് ആയിട്ട് വർക്ക് ആയിരിക്കും, സീരിയസ് ആയിരിക്കില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ സാക്രിഫൈസ് ഓഫ് ദി ക്വാളിറ്റി ഓഫ് വർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ദെൻ മൂന്നാമത്തത് ടെൻസ് ടു സ്ലാക്കൻ എഫേർട്സ്. നമ്മുടെ എഫേർട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, the possibility that high responsible officials of the firm tend to slacken in their work. In overconfidence of that work under second internal check will go on efficiently. അപ്പം എഫേർട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്ലോ ആക്കാൻ, സ്ലാക്കൻ ആവാനുള്ള ഇടയാക്കും. അത് it creates chaos and disorder. ഇതെന്ത് ചെയ്യും, ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഒരു പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ലെഡ് ഡിസ്ഹാർമണി, ചാവോസ് among the working staff, disorder and disharmony, ചാവോസ് ഒക്കെ എന്ത് ചെയ്യുക, ഇത് ഇറ്റ് ക്രിയേറ്റ്സ് ചാവോസ്, കുഴപ്പങ്ങളും ഡിസോർഡറും ഒക്കെ എന്ത് ചെയ്യും, ഉണ്ടാക്കും ഈ സിസ്റ്റം. റിസ്കി ഫോർ ഓഡിറ്റർ. ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതലായിരിക്കും. ഓഡിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ടെസ്റ്റ് ചെക്കിംഗ് ഓഫ് അക്കൗണ്ട്സ്. അതുകൊണ്ട് തന്നെ
റിസ്കി ഫോർ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? റിസ്കി ആയിരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് among members of the staff, distribution of authorization of accounting procedure of firm staff in such a way that work done by one of the staff is automatically checked by the another. Work done by one staff automatically checked by another staff. അതേപോലെ തന്നെ no staff is permitted to carry out alone a transaction from beginning to end. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. For accounting work, one employee is complemented and verified by the work of another employee, both employees working independently and without duplication of each other. Objectives പറഞ്ഞു division of work of one staff automatically checked by another. No staff is allowed to do any single work. It is aimed at preventing errors and fraud. Errors and frauds are automatically discovered. Advantages പറഞ്ഞു benefit to the owner of the business, benefit to the business, benefit to the auditor. The benefit to the owner of the business പറഞ്ഞു owner of the business and they able to rely upon the genuineness and accuracy of the account. Good internal check system leads to better efficiency and economy in operation. അത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കും, അങ്ങനെ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യും. Then advantage to business പറഞ്ഞു ഡിവിഷൻ ഓഫ് വർക്കിന് സാധിക്കുന്നു, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ സാധിക്കുന്നു, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റിക്ക് സാധിക്കുന്നു, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ടിന് സാധിക്കുന്നു, മേക്ക് വർക്ക് ഈസി, ഓഡിറ്റ് വർക്കും ഈസി ആക്കുന്നു. ഓഡിറ്റർ കാര്യം പറഞ്ഞു ഓഡിറ്റർക്ക് ഡീറ്റെയിൽ ചെക്കിങ്ങിന് ആവശ്യം വരുന്നില്ല, റീലേ ഓൺ ടെസ്റ്റ് ചെക്കിങ്ങിനെ ആശ്രയിക്കാൻ സാധിക്കുന്നു. ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു നോട്ട് suitable ഫോർ സ്മോൾ ഫേംസ്, സാക്രിഫൈസ് ഓഫ് ക്വാളിറ്റി ഓഫ് വർക്ക്, ടെൻസ് ടു സ്ലാക്ക് ആൻഡ് എഫേർട്സ്, സ്ലോ ഇടയാക്കും എഫേർട്സ്, അതുപോലെ ഷാവോസ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കും, ഡിസോർഡറും, റിസ്കി ഫോർ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം റിസ്കി ആയിരിക്കും, കാരണം അത് ടെസ്റ്റ് ചെക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടും? അത് ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം റിസ്കി ആയിരിക്കും. അതായത് ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ഡീറ്റെയിൽ ചെക്കിങ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഡീറ്റെയിൽ ചെക്കിങ് ഒരിക്കലും പോസിബിൾ അല്ല ബിഗ് ഫാമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഓഡിറ്റർ ടെസ്റ്റ് ചെക്കിങ്ങിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ്.